നിലവിൽ ചില സിനിമകൾ പലതും അത്ര സന്ദേശമില്ലാത്ത സിനിമകളൊക്കെ വരുമ്പോൾ ഗോപാലൻ ചേട്ടൻ മനസ്സിൽ എന്താ തോന്നുന്നത് അത്തരം അല്ല, സിനിമകൾ? നല്ല സിനിമ ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത സിനിമയെല്ലാം നല്ല ഇതുവരെ അല്ല ചരിത്രപരമായ കഥകളും സന്ദേശമുള്ള സിനിമകളാണ് ഞാൻ എടുത്തിട്ടുണ്ട്. എടുക്കാത്ത സിനിമ ഒന്നും അങ്ങനെ മോശമായ സിനിമ ഞാൻ എടുക്കാറില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഈ പ്രചരണത്തിന് എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ എടുക്കും. കാണാതെ ചില സിനിമ ഒന്നും അവർ കാണിക്കില്ല. ഇപ്പം എൻ്റെ ഞങ്ങൾക്ക് 90 മാർക്ക് ഇതുവരെ കിട്ടിയ ആളാണ്, അപ്പം ഞങ്ങൾക്ക് 95 ഇതിൽ കിട്ടും എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചെടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. അത് പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് പരാജയപ്പെട്ടു. അങ്ങനെയുള്ള വിശ്വാസം എടുത്ത് ഇതുവരെ പരാജയപ്പെട്ടു. നന്നായിട്ട് പോകും. ഈ ജയിലർ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് നല്ല ഒരു വിജയം ഉണ്ടായത്. സൂപ്പർ വിജയം. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പിന്നെ രജനീകാന്തുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ആ കാര്യത്തിൽ സാധിച്ചു. കേരളത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നു ആ കാര്യങ്ങൾ എല്ലാം ചെയ്തത്. അത് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തമിഴ് സിനിമകൾ ഇങ്ങോട്ട് കൊണ്ടുവരും തോറും ഇപ്പൊ പറഞ്ഞ പോലെ രജനീകാന്തുമായിട്ട് നല്ല ബന്ധം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴും മലയാളവും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ ഇവിടെ ജയൻ രവി ഇവിടെ വന്നിരുന്നല്ലോ. അവരെല്ലാം തമിഴിലാണ് ചോദിക്കുന്നത്. തമിഴിലാണ് ഇവിടുത്തെ പത്രക്കാരൊക്കെ ചോദിക്കുന്നത് തമിഴിലാണ്. അപ്പം അത്ര ഇമ്പ്രൂവായി. പിന്നെ ഏത് മലയാളം സിനിമ കണ്ടാലും തമിഴ് സിനിമ കണ്ടാലും ഒരേ ഫീലിംഗ് അവർക്കുള്ളത്. അപ്പം അത്രയും തമിഴുകൾ മലയാളികൾക്ക് ഈ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാം. അത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നതാണ് മലയാളികൾക്ക്. അവർ ഏത് അവസരത്തിൽ ഏത് ഭാഷയിലായിക്കോട്ടെ ഏത് സംസ്കാരത്തിലായിക്കോട്ടെ അവർ ഉടനെ അരിഞ്ഞു ചേരുക. അതതിൻ്റെ ക്വാളിറ്റി. മലയാളികൾക്ക് അങ്ങനെ കൊണ്ട് കുറച്ചൊക്കെ ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രവാസി മലയാളി എന്ന രീതിയിൽ, അതായത് ഞാൻ അന്യനാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പം കേരളത്തിൽ വന്നാണ്ട് എല്ലാ മലയാളികളും അങ്ങനെയാണ്. അന്യനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടാണ് കൂടുതൽ ഇങ്ങോട്ട് വരാറുണ്ട് അധികം ആൾക്കാരും. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും ഉയർത്തിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പ്രവാസി മലയാളികളായിരിക്കും, അല്ലെങ്കിൽ മലയാളികളായിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് വളരെ ചുരുക്കം ആളുകളാണ് ഞാൻ കാണുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രവാസിയായിട്ടൊരു ബന്ധം ഉണ്ടാവും, എല്ലാവരുമായിട്ട് അവരുടെ ഫാമിലി കണക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ മലയാളി അതിൻ്റെതായ ഒരു വ്യക്തിത്വം പുലർത്തുന്ന ഒരാളുകളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ചിട്ടിയാണെങ്കിലും ഗോൾഡ് ബിസിനസ് ആണെങ്കിലും ഒപ്റ്റിക്കൽ ബിസിനസ് ആണ്, എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഏറ്റവും തൃപ്തി നൽകുന്ന ബിസിനസ് ഏതാ? തൃപ്തി നൽകുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാഷൻ തൃപ്തി. നമ്മൾ നഷ്ടമുണ്ടെങ്കിലും നിങ്ങളൊരു നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു സുഖം ഉണ്ടാവും. ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. അതിൻ്റെ സുഖം വേറെ, ഈ സുഖം വേറെ. അപ്പം സിനിമ എന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ്. ഞങ്ങളിപ്പോൾ അത് ബിസിനസ്സും കൂടി ചേർത്ത് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് എത്രയാലും ഉണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ ഒരു സിനിമ നല്ലൊരു സിനിമ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. ഒരു 3 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇടവിടാതെ ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റില്ല. ആ 3 മണിക്കൂർ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന സിനിമയാണ് ഏറ്റവും നല്ല സിനിമ. അതിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ ബിസിനസ് മേഖലയിൽ ഏറ്റവും ഞാൻ നേരത്തെ ചോദിച്ച ബിസിനസ് മേഖലയിൽ പല ബിസിനസ് ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തണല്ലോ. ഇപ്പം പുതിയൊരു ബിസിനസ്, ഇപ്പോൾ ഗോപാലൻ ചേട്ടൻ ഒരു പുതിയ ബിസിനസ് ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ റൂട്ടുകൾ മൊത്തം പഠിക്കണമല്ലോ. പഠിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഞാനാണ് ഏറ്റവും വലിയ പണക്കാരെന്ന് പറഞ്ഞേക്കാളും നല്ലത്. അത് എന്തെങ്കിലും നമുക്ക് അറിയുന്ന സാങ്കേതികമായ അറിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം അറിയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ സിനിമ എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റീഡിങ്ങിൽ പിന്നെ എഴുതാനും കഴിവുള്ള ആൾക്കാർ. എന്തെങ്കിലും ഓരോരുത്തർക്കും ന്യൂനത എല്ലാത്തിൻ്റെ അച്ചുതണ്ട് ഫൈനാൻസാണ്. ഇപ്പം ഫിനാൻസിൻ്റെ ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് അത് ഇതാണല്ലോ, ഒരു കൾച്ചർ തന്നെയാണല്ലോ. അതിന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിവുകളും ഇതെല്ലാം നോക്കിയിട്ട് അവന് ഒരു വിലയിരുത്തും. അവന് ഏതെല്ലാം രീതിയിൽ അവൻ പ്രവർത്തിക്കുന്ന ആളാണോ മടിയനാണോ എന്നൊക്കെ നോക്കി പല പ്രാവശ്യം ഒരു ചെക്കിങ് ഒക്കെ ഒരു 2-3 മാസം അവരങ്ങൾ നടത്തിയിട്ട് അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാൽ അവൻ ആ ബിസിനസ് ഞങ്ങൾ ഒരു ഫൈനാൻസ് ഞങ്ങൾ കൊടുക്കും. അത് ഫൈനാൻസ് വെച്ചാൽ ഒരു 50% ആക്കിയിട്ട് അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് ലേശം നെഗറ്റീവായിട്ട് കണ്ടാൽ അന്നേരം കട്ട് ചെയ്യും. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിവുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ
ഏത് തൊഴിലിലാണ് ഏത് ബിസിനസ്സിലാണ് കൂടുതൽ കഴിവുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ അല്ല എന്നോട് ചേർക്കാൻ പറ്റും എന്നോട് ചേർക്കും, അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തനിയായിട്ട് ഇത് തനിയെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും.